എന്റെ മൂത്ത മകൻ ഒരു സ്വന്തം അമ്മ പോലും നമ്മളോട് എല്ലാരോടും പറഞ്ഞിക്കണേ, ഒരു സ്വന്തം അമ്മ പോലും പ്രസവിച്ച അമ്മ പോലും മക്കളെ ഇങ്ങനെ നോക്കൂല. അത്രക്ക് രേണു എന്റെ മകനെ നോക്കിയിരുന്ന് അവൻ നമ്മ രണ്ടാമത്തെ മോനെക്കാളും മൂത്ത മോനെ സ്നേഹിച്ചിരുന്നു. കൊല്ലം സുധിയുടെ പ്രിയ പത്നി രേണു സുധി ചേച്ചി എന്തിനാണ് ഈ ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോ ബൈറ്റ് കൊടുക്കാൻ ചേച്ചിക്ക് ഇത്ര അങ്ങോട്ട് ത്വര? എന്തിനാണ് അവരെ കാണുമ്പോ എല്ലാം അങ്ങോട്ട് ഛർദ്ദിക്കാൻ നിൽക്കുന്നത്? ചേച്ചി അമേരിക്കക്ക് പോ, ചേച്ചി യുക്കാക്ക് പോ, ചേച്ചിക്ക് ഇഷ്ടമുള്ളിടത്തൊക്കെ പോ, ചേച്ചി ഇഷ്ടമുള്ള ബാറുകൾ ഉദ്ഘാടനം ചെയ്യും, ഇഷ്ടമുള്ള ബാർബർ ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യും, ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും ചേച്ചി അങ്ങോട്ട് ഉദ്ഘാടിക്കുക. അതൊക്കെ ചേച്ചിയുടെ ഇഷ്ടം. നല്ല കാശ് മേടിക്കുക, ആ പിള്ളേരെ ഗംഭീരമായിട്ട് നോക്ക്. അതിനൊന്നും ചേച്ചി ഏതൊരുത്തനെ എന്ത് പറഞ്ഞാലും ചേച്ചി മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് വേറൊരു കാര്യം. പക്ഷെ നിങ്ങൾ തന്നെ ഈ പറയിപ്പിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ നിങ്ങളെ ചർച്ചയാക്കി മാറ്റിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ തന്നെയാണ്. കണ്ണൂർ സീരത്ത് എന്ന് പറയുന്ന ഒരു ഗായിക, കൊല്ലം സുധീരയോടൊക്കെ ഈ സ്റ്റേജ് ഷോയിലൊക്കെ പങ്കെടുക്കുന്നതാണ്. അവരൊക്കെ ഇന്നലെ രേണു സുധിയുടെ കൂടെ ഇരുന്നിട്ട് പറയുന്ന കാര്യങ്ങൾ, രേണുവിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കാൻ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. ഇവരുടെ സംസാരം കാരണം എനിക്ക് രേണുവിനെ അങ്ങോട്ട് പൊളിയുക. പെണ്ണുപിള്ള ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ ഇനി 2 വർത്താനം പറയട്ടെ എന്നൊരു മൂഡിലാണ് രേണു അവിടെ ഇരിക്കുന്നത്. എന്താണ് എനിക്ക് അറിയാൻ പാടില്ല. രേണു സുധി നെഗറ്റീവ് കാണിച്ച സോഷ്യൽ മീഡിയയിൽ സുധി എന്നൊരൊറ്റ പേര് കൊണ്ട് സോഷ്യൽ മീഡിയ വഴി റീച്ചായി ബിഗ് ബോസിലെത്തി ഇന്നതാ ഗംഭീരമായിട്ടുള്ളൊരു ലൈഫ് നയിക്കുന്നു. നയിക്കട്ടെ, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യും ഞാൻ. അവർ നെഗറ്റീവിലൂടെ ഇത്രയും റീച്ച് ഉണ്ടാക്കി അവർ ഗംഭീരമായിട്ട് ജീവിക്കുന്നില്ലേ, അപ്രിഷ്യേറ്റ് ചെയ്യും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ കോൽക്കളി കളിച്ച് മറ്റേ ഇച്ചിരി റീച്ച് ഉണ്ടാക്കണമെന്നും പറഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ കണ്ണൂർ സീനത്തിനെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വലിയ അങ്ങനെ അത്ര സെലിബ്രിറ്റി ആണോ, ഒരുപാട് പാട്ടൊക്കെ പാടുന്ന ആളാണോ? ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും കേട്ടോ, എനിക്കങ്ങനെ അറിയാൻ പാടില്ല, ക്ഷമിക്കുക. അപ്പോൾ എന്താണെങ്കിലും എന്തിന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയണം? ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ കുറച്ചൊക്കെ നിങ്ങൾ കണ്ടു കാണും, പക്ഷെ കുറേ ഉണ്ട് കേട്ടോ. ഇവർ കുറേ കഥകൾ പറയുന്നുണ്ട്. എന്തിനാ ഇതൊക്കെ ഈ ഓൺലൈൻ മീഡിയക്കാരോട് പറയുന്നത്? സുധിയായിട്ടുള്ള ഓർമ്മകൾ അത് അകത്ത് വെക്കുക, അല്ലെങ്കിൽ അവരുടെ കുടുംബവുമായിട്ട് ഷെയർ ചെയ്യുക. ഓൺലൈൻ മീഡിയക്കാരുടെ ഇതൊക്കെ ഛർദ്ദിക്കേണ്ട കാര്യം? അതോ പറയുമ്പോൾ പോട്ടെ, ഈ പണ്ട് തൊട്ടേ രേണു സുധിക്കുള്ളൊരു പ്രശ്നമാണ്. രേണു സുധി ഓൺലൈൻ മീഡിയക്കാരെ കണ്ട് കഥ പറയുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ വിവരക്കേട് അതിനകത്ത് ഒപ്പിച്ചു വെക്കും. അത് മനഃപൂർവ്വമാണോ ഇനിയും അറിയാതെ പറ്റുന്നതാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കുന്നതായിരിക്കും നല്ലത്. ഫസ്റ്റ് ഇത് തന്നെ കണ്ടു, ഈ ക്ലിപ്പ് തന്നെ കണ്ടു. അതായത് ആ ഇറങ്ങി സൂചിയായിട്ട് ദുബായിലായിരുന്നത്, പ്രോഗ്രാം ദുബായിലായിരുന്നു. അതിന് ശേഷം വന്നിട്ടാണ് പിന്നെ മരണം സംഭവിച്ചത്. കുറച്ച് നാള് 3-5 ദിവസമായതേ ഉള്ളൂ. ലാസ്റ്റ് പ്രോഗ്രാം ഇത്തയുടെ കൂടെ ആയിരുന്നു. എന്നോട് എപ്പോഴും പറഞ്ഞു, എനിക്കപ്പം സൂചിച്ചാന്റെ കോള് വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫോണിന് എന്തോ പ്രശ്നമാണ്. ഇത്തയുടെ ഫോണിലായിരുന്നു ഞാൻ സൂചിച്ചാടിനെ വിളിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ അതെ. പിന്നെ ഞാനും സുധിയായിട്ട് എത്രയോ കാലങ്ങൾ നമ്മൾ ഗൾഫ് പരിപാടിക്ക് ഒന്നായിട്ട് പോയതാണ്. എപ്പോഴും അതായത് എങ്ങനെ പറയാ, ഒരു സാധാരണ ആർട്ടിസ്റ്റുമാരല്ല, അത്രയ്ക്ക് ബന്ധങ്ങളാണ് ഞാനും സുധിയായിട്ട്, ഒരുവിധ ആർട്ടിസ്റ്റുമാർ മുഴുവനായിട്ടും. അങ്ങനെ സുധി അവിടെ ഉണ്ട്. 5-10 ദിവസം ഞങ്ങൾ ഒന്നായിട്ടുണ്ടായത്. ഞങ്ങൾ ഒന്നായിട്ട് തന്നെയാണ് ഉണ്ടായത്. കാരണം രാത്രി ഞങ്ങൾ കുറെ പ്രോഗ്രാമും ഇതും പിന്നെ കടപ്പുറത്തെല്ലാം പോയി വന്ന് പിറ്റേന്ന് അതുവരെ എന്ന് രേണുവിനെ കുറിച്ച് പറയായിരുന്നു. ഇത്ത പെട്ടെന്ന് പേര് മറന്നുപോയോ? കൊല്ലം സുധി എന്നുള്ള പേര് പെട്ടെന്ന് മറന്നുപോയോ? എനിക്ക് വളരെ വർഷങ്ങളോളം ബന്ധമുണ്ടായിരുന്ന കൊല്ലം സുധിയുടെ പേര് പെട്ടെന്ന് മിഴുങ്ങിപ്പോയതുപോലെ എനിക്ക് തോന്നി. മറന്നുപോയതായിരിക്കും അല്ലേ? പോട്ടെ, അതൊക്കെ സംഭവിക്കൂടെ. പക്ഷെ രേണു എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ഒരു കാര്യം ചോദിക്കട്ടെ, എന്നാണ് സുധിച്ചേട്ടൻ മരിച്ചതെന്നെങ്കിലും രേണുവിന് ഓർമ്മയുണ്ടോ? അല്ല, ആലോചിച്ചൊക്കെ എടുക്കുന്നത്. ലാസ്റ്റ് പ്രോഗ്രാം ദുബായിൽ, അത് കഴിഞ്ഞ് വന്ന് 2-ാമത്തെ ആണോ 4-ാമത്തെ ആണോ കുറച്ച് നാളുകൾക്ക് ശേഷം, അല്ലല്ല 5-ാമത്തെ 8-ാമത്തെ ദിവസമാണ് സുധിച്ചേട്ടൻ പോകുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടു. മറന്നു തുടങ്ങിയല്ലേ? അല്ല മറക്കും, മനുഷ്യനാണ്, മനസ്സിലായില്ല. അതിനകത്തൊന്നും ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. എന്നും ഇപ്പം സുധിച്ചേട്ടൻ, ഇത് ചില ആളുകളുടെ കമൻ്റാണ്. കുറേ ഈ വീഡിയോകൾ പല ഓൺലൈൻ മീഡിയയിലും കണ്ടു, പല ചാനൽസിലും. ചിലതിനകത്തൊക്കെ ഇവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കണ്ടു, ചിലതിനകത്ത് നല്ല രീതിയിൽ ചില ചൊറി കമന്റ് കണ്ടു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഈ പറയുന്ന പോലത്തെ, നീ മറന്നുപോയല്ലേടി, നീ മറന്നുപോയല്ലേ, നിനക്ക് പണ്ടൊക്കെ ഭയങ്കര ഓർമ്മയായിരുന്നല്ലോ, സുധി ഇന്ന ദിവസം ഇന്ന ഷർട്ടും ഇട്ട് ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന സെക്കൻഡിലാണ് മരിച്ചത് എന്നൊക്കെ നിനക്ക് അറിയാമായിരുന്നല്ലോ, ഇപ്പൊ എന്ത് പറ്റി?
ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ഇപ്പൊ സുധിയുടെ പേര് പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കാൻ പറ്റുമോ അവര്? അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുമോ അവരുടെ നീ കരയണം, നീ കരഞ്ഞേ പറ്റുള്ളൂ? അതൊക്കെ വളരെ ചീപ്പായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അങ്ങനൊന്നും പറയാനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയും, അവരവരുടെ ജീവിതം ആഘോഷിച്ച് തന്നെ മുന്നോട്ട് പോട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ ഇവരെ വിമർശിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവർ ബിഗ് ബോസിൽ പോയി ഇറങ്ങിയതിന് ശേഷം ഇവർ ചില ഓൺലൈൻ മീഡിയയുടെ മുമ്പിൽ വന്ന് സംസാരിക്കുന്ന കേട്ടപ്പോൾ അത്യാവശ്യം ക്വാളിറ്റി വന്നതുപോലെ എനിക്ക് തോന്നി, ഇവരുടെ സംസാരത്തിലാണെങ്കിൽ പോലും. സോ അതൊരു നല്ല കാര്യമല്ലേ? അങ്ങനെ ഒരാളുടെ ചീത്ത മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അയാളുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ നല്ലത് കണ്ട അതും കൂടെ നമ്മളൊന്ന് പറയണ്ടേ? നീ ഇച്ചിരി നല്ലത് പറഞ്ഞെന്ന് പറഞ്ഞ് ചിലപ്പം തീരെ വൈരാഗ്യമുള്ള ആളുകൾ കാണും, തീരെ രേണുവിന് ഇഷ്ടമില്ലാത്തവർ. ഇപ്പം കല്ലറിയാൻ വരും എന്നെ. അങ്ങനെയുള്ളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയും, പിടികിട്ടിയില്ലേ? അതിന് ഞാൻ ആരെയും നോക്കാറില്ല. എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഞാനത് പറയും. ഒരു നല്ലത് കണ്ടാൽ നല്ലതും പറയണം, അല്ലാതെ ചീത്തത് മാത്രം ഇട്ടിരുന്ന് കുത്തിയിരുന്ന് പറഞ്ഞാൽ അതത്ര നല്ലൊരു പരിപാടി അല്ല. പിന്നെ ഇപ്പം ഈ വീഡിയോ ക്ലിപ്പാണെങ്കിലും അതിനകത്ത് നല്ലതുകൊണ്ട് ചീത്തതുകൊണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, നമുക്ക് ബാക്കി കേൾക്കാം. ഈ സീനത്തിൽ പറയാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളിത് കേൾക്കും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. രേണുവിനെ കുറിച്ച് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ലല്ല ബാബുട്ട വിളിക്കുമ്പോ ഞാൻ പറയാം ബാബുക്കുട്ട പെണ്ണുങ്ങളെ വിളിക്കോടാ ചോദിക്കും. എന്നിട്ട് പറയാം എന്റെ ബാബുട്ട. പിന്നെ എന്റെ മൂത്ത മകൻ ഒരു സ്വന്തം അമ്മ പോലും, നമ്മളോട് എല്ലാരോടും പറഞ്ഞിക്കണേ, ഒരു സ്വന്തം അമ്മ പോലും പ്രസവിച്ച അമ്മ പോലും മക്കളെ ഇങ്ങനെ നോക്കൂല. അത്രക്ക് രേണു എന്റെ മകനെ നോക്കിയിരുന്ന് അവൻ രണ്ടാമത്തെ മോനെക്കാളും മൂത്ത മോനെ സ്നേഹിച്ചിരുന്നു. പിന്നെ അവള് പറയും എനിക്ക് ആദ്യം കിട്ടിയ മകനല്ലേ എന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ രേണു എന്റെ ഫോണിലാണ് വിളിക്കാറ്. അപ്പൊ എന്നോട് അറിയും ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ പുള്ളിക്കാരെ കുറച്ച് പിന്നോട്ടാണ്. സീതേച്ചി ഭക്ഷണം കഴിപ്പിക്കുമ്പോ ഞങ്ങളെ കഴിക്കുമ്പോ ഒന്ന് കഴിക്കും. ഞങ്ങളെ എപ്പോഴും അവനെ ശ്രദ്ധിക്കുമായിരുന്നു. എന്റെ നില വിട്ടിട്ട് അവനെ എന്ത് ചെയ്തോട്ടെ അവന്റെ നില വിട്ട് അവൻ കളിച്ചിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, രേണുവിനോടുള്ള അവന്റെ സ്നേഹം നമ്മള് എത്ര അവൻ എന്ത് ചെയ്തോട്ടെ എന്റെ ബാബുക്കുട്ട നല്ലിത്താ വാവൂട്ട അങ്ങനെ എങ്ങാണ്ടായിരുന്നു പുള്ളി വിളിച്ചോണ്ടിരുന്നത്. പുള്ളിയുടെ ഭാര്യയെ ഇഷ്ടമുള്ളത് വിളിക്കട്ടെ കേട്ടാ. ബാബുക്കുട്ടാത്ത ബാബുസ്വാമി എന്ന് വിളിച്ചാലോ ഇത്ത അതിനകത്ത് സങ്കടപ്പെടണ്ടിത്ത. പിന്നെ വേറൊരു കാര്യം, ഈ സുധി തന്നെ ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സുധിയുടെ നമ്മുടെ കിച്ചുവിന്റെ സ്വന്തം അമ്മ, അവനെ ജനിപ്പിച്ച അവന്റെ അമ്മ പോലും അവനെ അത്രയ്ക്ക് നന്നായിട്ട് നോക്കിയിട്ടില്ല. രേണു ആണ് നന്നായിട്ട് നോക്കിയിരിക്കുന്നത്. സ്വന്തം മകനെക്കാട്ടിലും കൂടുതൽ രേണു മൂത്ത മകനെ നോക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. സുധി ഒരാളോട് പറഞ്ഞു എന്ന് പറഞ്ഞ അയാൾ പറയുന്നതാണ്, മനസ്സിലായോ? നമുക്ക് വിശ്വസിക്കാതിരിക്കാം. ഓക്കെ, അവരുടെ വീടിനകത്തെ കാര്യം അത് നമുക്കറിയത്തില്ല, മനസ്സിലാക്കണം നമ്മളത്. രേണുവും ഇത് പറയുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. കിച്ചുവിന്റെ ചില സമയത്തെ ബിഹേവിയർ, അവൻ പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നാറില്ല. പക്ഷെ എന്നാലും ഇത് വേറൊരാളാണ്. ഇവർ വന്നിട്ട് പറയുന്നത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഒരു വീട്ടിനകത്തെ അച്ഛനും അമ്മയും 2 മക്കളും ഉള്ള സ്ഥലത്തെ കാര്യം അവർക്കേ അറിയുള്ളൂ. പുറത്ത് നിൽക്കുന്ന നാട്ടുകാർ തെണ്ടികൾക്ക് അറിയണമെന്നില്ല. പല കഥകളും പറയും, മനസ്സിലാവും? പിടികിട്ടിയില്ലേ? അനുഭവം ഉണ്ടേ, പല കഥകളും പല 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 പ്രത്യേകിച്ച് ഇങ്ങനെ നോക്കിയിരിക്കും. എന്താ മുന്നേ വീട്ടിൽ നടക്കുന്ന സൂപ്പർ, അവിടെ വഴക്കാണ്, ഈ മോഡലുള്ള കുറെ ഉണ്ട് ഇല്ലേ? ഞാൻ പറഞ്ഞത് കള്ളമാണോ? ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ പറയുന്നതിനകത്ത് എത്രത്തോളം സത്യാവസ്ഥയുണ്ട് നമുക്കത് അറിയത്തില്ല. അതറിയാതെ നമ്മൾ രേണുവിനെ ഒന്നും പറയുന്നില്ല. ഇവര് പൊക്കി രേണുവിനെ അങ്ങ് മേളിൽ കയറ്റുന്നുണ്ടല്ലോ, അത്രയ്ക്ക് അങ്ങോട്ട് മേളിൽ കയറ്റാനും ഞാൻ നിൽക്കുന്നില്ല. കാരണം ഒരു വീട് കൊടുത്ത ആളുകളെ രേണു പറയുന്നതും ചെയ്യുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണേ. കൂട്ടുകാരികളുടെ നടുക്ക് നിന്ന് വീട് കൊടുത്തവരെ കളിയാക്കുക, പുച്ഛിക്കുക, ഇതൊക്കെ ചെയ്യുന്ന ഐറ്റത്തിനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ എനിക്ക് ഇച്ചിരി ഒരു മടി. അതൊക്കെ കണ്ടോണ്ട് അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഇങ്ങനെയുള്ള കുറച്ച്, വേറെ ആരും പറഞ്ഞത് കേട്ടിട്ടല്ലേ, അവരുടെ ഭാഗത്തുനിന്ന് തന്നെ അവരുടെ കുറച്ച് അവർ കാണിക്കുന്ന കുറച്ച് രീതികൾ ഒക്കെ കണ്ടപ്പോഴത്തേക്കൊരു സംശയം. അതുകൊണ്ട് മാത്രം നമുക്ക് ബാക്കി കേൾക്കാം. ആർക്കെങ്കിലും രേണുവിന്റെയും സുധിന്റെയും കാര്യത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, കാരണം ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവളോട് അത്ര ആത്മാർത്ഥത സ്നേഹമായിരുന്നു സുധിക്ക്. അത് ഇവിടെ പറയാതിരിക്കാൻ വയ്യ. വളരെ വേദനയോടെ വിഷമത്തോടെ ഞാൻ അവനെ വളരെ ഓർമ്മിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓർമ്മയുണ്ട് ചേച്ചി, കേട്ടായിരുന്നു ലാസ്റ്റ് പ്രോഗ്രാം ഞാൻ പറഞ്ഞ ആർക്കും എല്ലാരും പറയാം കള്ളത്തരവാന്ന്.
രേണു പറഞ്ഞാൽ ആൾക്കാർ കള്ളത്തരമാണെന്ന് പറയാനുള്ള കാരണം രേണുവിന്റെ പറച്ചിൽ അതുപോലെയാണ്. അതുകൊണ്ടാണ് ആൾക്കാർ കള്ളത്തരമായി വേണം വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ പറയുന്നതല്ല രേണു 10 മിനിറ്റ് കഴിഞ്ഞ് പറയുന്നത്. പിടികിട്ടിയോ? രേണുവിന് തന്നെ ഒന്നെങ്കിൽ രേണു ഫസ്റ്റ് അത് പഠിക്കുക. ചിലപ്പോൾ നിങ്ങൾ പറയുന്നത് ശരിയായിരിക്കാം, സത്യമായിരിക്കാം നിങ്ങളുടെ ഉള്ളിലുള്ളത്. പക്ഷെ നിങ്ങളത് പ്രസന്റ് ചെയ്യുമ്പോൾ ആ പ്രസന്റ് ചെയ്യുന്ന രീതി, നിങ്ങളുടെ സ്ലാങ്, നിങ്ങളുടെ ഒന്നും ഓർക്കാനേ വയ്യ. കാരണം കുറച്ച് നാളുകൾ ഈ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് ഈ ചേച്ചിയുടെ കോണം എല്ലാവരും, എനിക്ക് ഒരു പോസിറ്റീവ് കമന്റ് പോലും ഇല്ലാത്ത കമന്റ് ബോക്സുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് രേണുവിനെതിരെ. മനസ്സിലായില്ലേ? കാരണം അത്രയ്ക്കും ജനങ്ങൾ നിങ്ങളെ വെറുത്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ നാക്ക് കാരണം. പിടികിട്ടിയോ? രേണു അത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഒരു ഇച്ചിരി നന്നായിരുന്നു. അതിനുശേഷം ഇപ്പം നന്നായിട്ടില്ലെങ്കിൽ തന്നെ കുറേ ആളുകൾക്ക് അവളുടെ പോട്ടെ, ഇപ്പം ഈ വീഡിയോ വഴി തന്നെ കൂടുതലും നല്ല കമൻറ്റുകൾ വരാൻ ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടും ഇല്ലേ? വരും, അതങ്ങനെയായി. പക്ഷെ എന്ന് വെച്ചിട്ട് എന്ത് കണ്ടാലും എടുത്ത് നിങ്ങളെ തെറി പറയാനോ എന്ത് കണ്ടാലും എടുത്ത് പൊക്കി പിടിച്ച് നമ്മളെ അതിന് കിട്ടത്തില്ല. അത് ശരിയല്ല ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങളെ ചുമ്മാ ഇരുന്ന് കുറ്റം പറയാനും ഞാനില്ല. കാരണം എനിക്ക് പേഴ്സണലി അറിയത്തില്ല. സോഷ്യൽ മീഡിയയിൽ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. അത് ഞാൻ ചെയ്യുക തന്നെ ചെയ്യും. അടുത്ത ക്ലിപ്പ്. ഞാനെന്ന വ്യക്തിയൊന്നുമല്ല, ഒരു വലിയ കലാകാരി ഒന്നുമല്ല. പക്ഷെ സൂചിച്ചാണ്ട് കൂടെ വർഷങ്ങളായിട്ട് സ്റ്റേജ് ഷോ നടത്തിയിരുന്ന ഒരുപാട് വലിയ വലിയ കലാകാരുടെ കൂടെ ഒരു സ്റ്റേജ് നിൽക്കുക, ഈ താത്തയുടെ കൂടെ ഒരു സ്റ്റേജ് നിൽക്കുക എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ദൈവം അനുഗ്രഹിച്ച വലിയൊരു ഭാഗ്യമാണ്, ലൈഫിൽ കിട്ടാത്തൊരു ഭാഗ്യമാണ്. ഒരുമിച്ച് നടന്ന ആൾക്കാരുടെ കൂടെ പിന്നെ അതല്ലേ ശ്രുതിക്ക് ശേഷം രേണുവിന്റെ കൂടെ സ്റ്റേജിൽ നിൽക്കാന്ന് പറയുന്നത് രേണുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ, രേണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗായിക എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അത് തോന്നുന്നത്. കാരണം എല്ലാവർക്കൊന്നും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. ചിലപ്പം ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യ നഷ്ടപ്പെട്ട അവര് ഒരു ഇതാവാനുണ്ട്. അല്ല, അവർ ആ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു കേട്ടോ. എല്ലാ സ്ത്രീകൾക്കും പറ്റുന്നൊരു കാര്യമല്ല ഇത്. അത് പല അർത്ഥങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് നല്ലൊരു അർത്ഥത്തിൽ ഞാൻ പറയാം. അവരുടെ ഭർത്താവ് മരിച്ചു, അവരെവിടെയോ ഒതുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു. ഇപ്പം ചെറിയൊരു ജോലിയൊക്കെ കെട്ടി അവിടെ ഒതുങ്ങിപ്പോകേണ്ട ഒരു വ്യക്തി നാട്ടുകാരുടെ തെറിയൊക്കെ കേട്ട് ഇത്രയൊക്കെ വന്നില്ലേടേ, ബിഗ് ബോസ് പോലൊരു ഷോയിൽ പോയില്ലേ? ഇപ്പൊ ദാ ഊക്കയിലോട്ടൊക്കെ പോകുന്നു. ചെറിയൊരു കാര്യമൊന്നും അല്ലത്, മനസ്സിലായില്ലേ? ദുബായിൽ മാസം ദുബായ് കയറി ഇറങ്ങി നടക്കുന്നു. ചെറിയൊരു കാര്യമേ അല്ലത്, മനസ്സിലായോ? പിന്നെ അവരുടെ ഭർത്താവിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരുമായിട്ട് സ്റ്റേജിൽ കയറി നിന്ന് പാടുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീയെ അപ്രിഷ്യേറ്റ് ചെയ്യണം. ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ? അത് ചെയ്തല്ലേ പറ്റൂ. അതിന് വരെ അപ്പോഴും കുത്തിയിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തെറി പറയാൻ എന്നെ കിട്ടത്തില്ല. നല്ലൊരു കാര്യമാണ് അതൊക്കെ, നല്ലത് പറയണം. ബാക്കി ഞാൻ രേണുവിനോട് പറയുന്നത്, നമ്മൾ വളരണം എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് അല്ല, അതിന്റെ അപ്പുറത്തെ നെഗറ്റീവ് വന്നാലും നമ്മൾ തളരരുത്. അങ്ങനെ തളരാണെങ്കിൽ 30 വർഷങ്ങൾക്ക് മുമ്പേ 30 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ കവറിന്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ടാവും. പക്ഷെ മുന്നോട്ട് വെച്ച കാല്, എന്നെ ഉപ്പല്ല ഉമ്മല്ല കുടുംബല്ല ആര് വന്നാലും ശരി, ഞാൻ തെറ്റി. ഞങ്ങൾ സ്റ്റേജിൽ ആയിരക്കണക്കിന് ആൾക്കാർ മുമ്പിലാണ് പാട്ട് പാടുന്നത്. നമ്മള് മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കല്. ഉപ്പാന്റെ അടി കൊണ്ട്, വെൽറ്റിന്റെ അടി കൊണ്ടിട്ട് ഞാൻ പൂട്ടിയിട്ട് വരിട്ട് എന്നെ ഉപ്പാന്റെ വെൽറ്റ് വരെ പൊട്ടിക്കണേ. അമ്മാതിരി അടി എന്നെ അടിച്ചു. നാട്ടാരടിയിലുള്ള പരാതി കേട്ട് എന്താ പറയാ, കുടുംബക്കാർ പോലും എന്നെ പറ്റിയുള്ള പരാതി കേട്ടിട്ട് ആകെ ടയർഡായി പോയിരുന്നു. പക്ഷെ ഞാൻ മുന്നോട്ട് വെച്ചിട്ടില്ല. ഇന്ന് ഇവിടം വരെ എത്തി. എനിക്ക് ആഗ്രഹം മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. അതുവരെ രേണുവിനോട് ഞാൻ പറയുന്നു, ഒരിക്കലും തളരരുത്, മുന്നോട്ട് തന്നെ പോണം ഇൻഷാ അല്ലാഹ്. അവരാ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. മനസ്സിലായില്ലേ? എത്ര പേർക്ക് അത് മനസ്സിലാവും എന്നറിയില്ല, എനിക്കത് മനസ്സിലാവും. നാട്ടുകാർ തെണ്ടികൾ പലതും പറയും. വീട്ടുകാർ ചിലപ്പം അടിയും ഇടിയും മേടിക്കേണ്ടി വരും സ്വന്തം ഇഷ്ടത്തിന് നിൽക്കുമ്പോൾ. പക്ഷെ അതെല്ലാം അവർ ഫേസ് ചെയ്ത് അവർ മുന്നോട്ട് വന്നൊരു നല്ലൊരു ഗായികയാണെന്ന് തോന്നുന്നു. എനിക്കങ്ങനെ വലുതായിട്ട് അറിയത്തില്ല. ഇവരെ അറിയാത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ചെറിയൊരു ഓർമ്മ പണ്ട് ഇവിടെ കണ്ട പോലെ എനിക്ക് തോന്നുന്നു, പക്ഷെ എനിക്ക് വലുതായിട്ട് അറിയത്തില്ല. അപ്പോൾ എന്താണെങ്കിലും അതിലിവിടെ ഒരു കാര്യമല്ല. അപ്പോൾ എന്താണെങ്കിലും അവർ രേണുവിനോട് പറയുന്ന കേട്ടല്ലോ, നെഗറ്റീവ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, മുന്നോട്ട് പോവുക. സത്യം പറഞ്ഞ ഇവിടെ ഒരു കാര്യം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്, രേണുവിനെ തെറി പറഞ്ഞവരും എന്നെപ്പോലെ വീഡിയോ റിയാക്ട് ചെയ്തവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വോട്ടെവർ എന്തും ആയിക്കോട്ടെ, ആ സ്ത്രീ ഇന്ന് ജയിച്ച് തന്നെ നിൽക്കുന്ന ഒരാളാണ് അല്ലേ? അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത് വേറൊരു കാര്യം. പക്ഷെ ഇനി ഞാനിവരെ വറക്കും, അത് വേറൊരു തലം. അത് വേറൊന്നും കൊണ്ടല്ല, ഇവരുടെ വായിന്ന് ഇവരുടെ വായിന്ന് ചില സമയത്ത് വീഴുന്ന കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അത് ഇനിയും വന്നാൽ ഇനി എടുത്തു വെച്ച വറക്കും, ഉറപ്പുള്ള കാര്യം. പക്ഷെ ആ വറക്കലിൽ നിന്നൊക്കെ
അവർക്ക് ഗുണങ്ങൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. ആ സ്ത്രീ ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് തന്നെ ആയിരിക്കാം, നെഗറ്റീവ് പബ്ലിസിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും എത്രയൊക്കെ നെഗറ്റീവ് നമ്മളിത് തെറി പറഞ്ഞാലും അവർ കാശുണ്ടാക്കി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അത് നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. പിന്നെ പോട്ടെ, ഞാൻ അത്രേ പറയുന്നുള്ളൂ, പോട്ടെ. അവരാ പിള്ളേരെ, പ്രത്യേകിച്ച് ആ ഇളയ പയ്യനെങ്കിലും, മൂത്ത പയ്യൻ അത്യാവശ്യം പ്രായമായി, ഇളയ പയ്യനെ മര്യാദയ്ക്ക് അങ്ങ് നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ. അതിനെയും നോക്കാതെ മറ്റേ തോന്നിവാസം പരിപാടി എന്തെങ്കിലും നമ്മൾ കാണുവാണെങ്കിൽ ഈ പറഞ്ഞ് ഉണ്ടാക്കിക്കൊടുത്ത റീച്ചിൻ്റെ അപ്പുറത്തെ പരിപാടികൾ നമ്മൾ ചെയ്യേണ്ട വരും, ഇരുന്ന് അപരാധിക്കേണ്ട വരും. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ഇട വരുത്തരുത് രേണു എന്നൊരാഗ്രഹം മാത്രമേ എനിക്കുള്ളൂ. ഒരു ചെറിയ ക്ലിപ്പും കൂടെ നമുക്ക് കാണാം. സുചേട്ടന് ഒരു ആത്മാവ് എപ്പോഴും രേണുവിന്റെ കൂടെ ഉണ്ട് അല്ലേ? ഞാൻ പറയുന്നത് കറക്റ്റ് പറയണേ രേണു. പിന്നെ സുധിന്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. കാരണം നിന്നെ കുറിച്ച് 10 ദിവസം ഞങ്ങളോട് പറഞ്ഞത് അതായിരുന്നു. പക്ഷെ അവൻ ഇത് മരിക്കാൻ പോകുന്നതായിട്ടാണ് ഇതിങ്ങനെ പറഞ്ഞു പോലും ഞങ്ങൾക്കറിയാം. തലശ്ശേരിയിൽ വരുന്നതിന്റെ 2 ദിവസം മുന്നേ എന്നെ വിളിച്ചിരുന്നു, കണ്ണൂരിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് സുധി വിളിച്ചിരുന്നു. പഴയ ആൾക്കാരൊക്കെ പിന്നെയും രേണു മീറ്റ് ചെയ്യുന്നു അല്ലെ, കൂടെ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരൊക്കെ. ശരിക്കും എന്തോ ഒരു സംതിങ് ഉണ്ട് ഇതിനകത്ത്. രേണുവിൻ്റെ അടുക്ക് ഇനി ഓൺലൈൻ മീഡിയക്കാർ ചെല്ലണ്ട. രേണുവിൻ്റെ അടുത്ത് സുധിയെ അറിയാവുന്നതോ അല്ലെങ്കിൽ രേണുവിനെ അറിയാവുന്നതോ ഏതെങ്കിലും ഒരാൾ കാണും. ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ഇപ്പം രേണുവിനെക്കാട്ടിലും ത്വര അവർക്കാണെന്നാണ് തോന്നുന്നത് കഥകൾ അങ്ങോട്ട് പറയാൻ. രേണുവിൻ്റെ അടുക്ക ചോദിക്കുക, രേണുവിനെ പറയാൻ സമ്മതിക്കുന്നില്ല ഇത്താത്ത അതിൻ്റെ ഇടയ്ക്കും കയറി. എന്തിനാണ് ചോദിക്കുമ്പോൾ പറഞ്ഞാൽ പോരെ ഇത്താത്ത, ഇതെന്തിനാ ഇത്ര ത്വര നിങ്ങൾക്കും? നിങ്ങൾ പറഞ്ഞതൊക്കെ ഓക്കെ എന്ന് വെച്ചിട്ട് ഇത്ര ത്വര കാണിക്കണോ? ഇതൊക്കെ കാണുമ്പോഴാണേ ഒരു സംശയം, ഇതും ഒരു റീച്ചിന് വേണ്ടിയിട്ടുള്ള പരിപാടി അല്ലേ? ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.